ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിന്റെ ഡെറിവേഷൻ ആണ്. ഹാവിങ് അണ്ടർസ്റ്റുഡ് ദ ISLM മോഡൽ, നമ്മൾ ISLM മോഡൽ യൂസ് ചെയ്തിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം എന്നാണ് നോക്കിയത്. സോ ISLM മോഡലിന്റെ ജസ്റ്റ് ഒരു സമ്മറി നമ്മൾ പറയുകയാണെങ്കിൽ, ISLM മോഡൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് simultaneous equilibrium of goods market and money market ആണ്. അതായത് IS നമ്മുടെ goods marketനെ represent ചെയ്യുന്നു and LM നമ്മുടെ financial marketനെ അല്ലെങ്കിൽ monetary sectorനെ represent ചെയ്യുന്നു. അതിൽ IS curve എപ്പോഴും എങ്ങനെയാണ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവ് ആണ്. നമ്മുടെ ഡിമാൻഡ് കർവ് പോലെ നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവ് ആണ്. ആൻഡ് LM കർവ് പോസിറ്റീവ്ലി സ്ലോപ്ഡ് കർവ് ആണ്. IS curve ആയാലും LM curve ആയാലും നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കുമ്പോൾ y ആക്സിസിൽ ഇൻട്രസ്റ്റ് റേറ്റും x ആക്സിസിൽ ഇൻകം ആണ് മെഷർ ചെയ്യുന്നത്. ഇനി IS curveന്റെ ഓരോ പോയിന്റും എങ്ങനെയാണ് നമ്മുടെ ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ് കാണിക്കുന്നത്. ആൻഡ് LM curveന്റെ ഓരോ പോയിന്റും മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ് കാണിക്കുന്നത്. ഇനി IS curveനെയും LM curveനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ IS curveനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ ഫാക്ടേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഗവൺമെന്റിന്റെ ടാക്സേഷൻ പോളിസി ആസ് വെൽ ആസ് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ പോളിസി അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ്. ഓക്കെ, ഇനി ഗവൺമെന്റ് ടാക്സേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഗവൺമെന്റ് ടാക്സേഷൻ നടത്തുമ്പോൾ എന്താ സംഭവിക്കുക? പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് മണി ഗവൺമെന്റിലോട്ട് ഫ്ലോ ചെയ്യുന്നു അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പബ്ലിക്കിന്റെ കയ്യിലുള്ള കാശ് കുറയുന്നു. സോ ഗവൺമെന്റിലോട്ട് മണി പമ്പ് ചെയ്യപ്പെടുന്നു. തിരിച്ച് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടുന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും പബ്ലിക്കിന്റെ കയ്യിലോട്ട് കാശ് പമ്പ് ചെയ്യപ്പെടുന്നു. സോ പബ്ലിക്കിന്റെ കയ്യിൽ കാശിന്റെ എമൗണ്ട് കൂടുന്നു. ഇതേപോലെ തന്നെ നമുക്ക് LM curveനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ മനസ്സിലാക്കണം. ഇക്കോണമിയുടെ മണി സപ്ലൈ ആണ് LM curveനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, മെയിൻ ഫാക്ടർ. ഈ നമ്മുടെ മണി സപ്ലൈ കൂടുമ്പോൾ LM curveനെ എങ്ങനെ ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ആൻഡ് മണി സപ്ലൈ കുറയുമ്പോൾ LM curveനെ ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, മണി സപ്ലൈ എക്കോണമിയിൽ കൂടുന്നുണ്ടെങ്കിൽ LM curve റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. മണി സപ്ലൈ എക്കോണമിയിൽ കുറയുന്നുണ്ടെങ്കിൽ LM curve ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ടാക്സേഷൻ നടക്കുമ്പോൾ ശരിക്കും ആൾക്കാരുടെ കയ്യിൽ കാശ് കുറയും. കാരണം അത്രയും എമൗണ്ട് ഗവൺമെന്റിലോട്ട് പമ്പ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറയുന്നു. ടാക്സേഷൻ കൂടുന്നു, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറയുന്നു. ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ഇൻഫ്ലുവൻസ് ആണ് ഇക്കോണമിയിൽ ഉണ്ടാക്കുന്നത്. കാരണം സിമിലർ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ പബ്ലിക്കിന്റെ കയ്യിലുള്ള കാശ് കുറയുന്നു, അതിന്റെ എമൗണ്ട് കുറയുന്നു. അതായത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഗവൺമെന്റിലോട്ട് കാശ് പമ്പ് ചെയ്യപ്പെടുന്നു. ആസ് എ റിസൾട്ട് നമ്മുടെ പബ്ലിക്കിന്റെ കയ്യിൽ എന്ത് പറ്റും? കാശിന്റെ എമൗണ്ട് കുറഞ്ഞു വരുമ്പോൾ അവിടെ നമ്മൾ കാണിക്കേണ്ടത് IS curve ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതേസമയം പബ്ലിക്കിന്റെ കയ്യിൽ കാശ് കൂടി വരുമ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് റിഡക്ഷൻ ഇൻ ടാക്സേഷൻ ആസ് വെൽ ആസ് ഇൻക്രീസ് ഇൻ ഗവൺമെന്റ് സ്പെൻഡിങ്, ഈ രണ്ട് കേസ് വരുമ്പോൾ എന്താ? പബ്ലിക്കിന്റെ കയ്യിൽ കാശ് കൂടുന്നു. ആസ് എ റിസൾട്ട് IS curve റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് IS curveന്റെയും LM curveന്റെയും ബേസിക്സ്. ഇനി IS curveും LM curveും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ നമുക്ക് കോമൺ ഇക്വിലിബ്രിയം പോയിന്റ് ഓഫ് ബോത്ത് ദ മണി മാർക്കറ്റ് ആസ് വെൽ ആസ് ഗുഡ്സ് മാർക്കറ്റ് എന്ന് പറയാൻ പറ്റും. മണി മാർക്കറ്റും ഗുഡ്സ് മാർക്കറ്റും ഒരേ സമയം ഇക്വിലിബ്രിയം ആകുന്ന പോയിന്റ് ആയിരിക്കും ISും LMും ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ്. ആ പോയിന്റിൽ നമുക്ക് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകവും ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റും നമുക്ക് കണ്ടുപിടിക്കാം. ആ പോയിന്റിൽ നിന്ന് താഴോട്ട് ഹൊറിസോണ്ടൽ ആക്സിസിലോട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം കിട്ടും. ആൻഡ് വെർട്ടിക്കൽ ആക്സിസിലോട്ട് വരയ്ക്കുമ്പോൾ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. ഇനി ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മുടെ ISും LMും ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഇക്കോണമിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളിത് മനസ്സിലാക്കണം. എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്? നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് മൈക്രോ ഇക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്. ഡിമാൻഡ് ഈസ് ദ willingness
which is backed by the desire and ability to pay for a commodity. അല്ലെങ്കിൽ it is a desire backed by willingness and ability to pay for a commodity. ഒരാളുടെ കയ്യിൽ കാശുണ്ട് എന്ന് വെച്ച് മാത്രം അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒരാൾക്ക് ഒരു കമ്മോഡിറ്റി വാങ്ങിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് മാത്രം അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒരാൾക്ക് ഒരു കമ്മോഡിറ്റി വാങ്ങാൻ അയാളുടെ കയ്യിലിരിക്കുന്ന കാശ് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ 3 ഫാക്ടേഴ്സ് അവിടെ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ അവിടെ വർക്ക്ഔട്ട് ചെയ്യണം. ഒന്ന് ഡിസയർ, കമ്മോഡിറ്റി വാങ്ങിക്കാനായിട്ട് ഇൻഡിവിജ്വലിന് താല്പര്യം ഉണ്ടായിരിക്കണം, അയാൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഡിസയർ വേണം. ദെൻ ഹിസ് എബിലിറ്റി, ഹി ഷുഡ് ബി ഏബിൾ ടു പേ ഫോർ ദ കമ്മോഡിറ്റി, അയാളുടെ കയ്യിൽ ആ കമ്മോഡിറ്റി വാങ്ങാനായിട്ടുള്ള കാശ് ഉണ്ടായിരിക്കണം. ആൻഡ് തേർഡ്ലി ഹി മസ്റ്റ് ബി വില്ലിംഗ് ടു പേ ഫോർ ദ കമ്മോഡിറ്റി. ഈ ഡിസയറും ഉണ്ട് എബിലിറ്റിയും ഉണ്ട് എന്നത് കൊണ്ട് മാത്രം അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അയാൾ ആ കാശ് കൊടുത്ത് കമ്മോഡിറ്റി വാങ്ങാനായിട്ട് വില്ലിംഗ് ആയിരിക്കണം. സോ all these 3 factors combinedly or in combination form the demand for a commodity. ഇതാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിച്ച ഡിമാൻഡ്. ഡിമാൻഡിന് ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നമ്മൾ മാക്രോയിലോട്ട് വരുമ്പോൾ എപ്പോഴും നമ്മൾ അഗ്രിഗേറ്റ് ടേംസിലാണ് കാര്യങ്ങൾ പറയുന്നത്. അഗ്രിഗേറ്റ് ഇൻകം, അഗ്രിഗേറ്റ് കൺസംഷൻ, എല്ലാ കാര്യങ്ങളും അഗ്രിഗേറ്റ്, അതായത് ആസ് എ ഹോൾ എന്നാണ് പറയുന്നത്. നമ്മൾ മാക്രോ എക്കണോമിക്സിനെ എപ്പോഴും നമ്മൾ ആസ് എ ഹോൾ ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇക്കോണമിയുടെ ടോട്ടാലിറ്റി ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, ഒരിക്കലും ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റ്സ് അല്ല. അതായത് നമ്മുടെ മൈക്രോയിൽ ഫാംസ്, ഇൻഡിവിജ്വൽ കൺസ്യൂമർ, ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർ, ഇങ്ങനെയൊക്കെയാണ് നോക്കിയത്. പക്ഷെ നമുക്ക് ഇവിടെ മാക്രോയിൽ വരുമ്പം അഗ്രിഗേറ്റ് ഇൻകം, നാഷണൽ ഇൻകത്തിനെയാണ് നോക്കുന്നത്. അഗ്രിഗേറ്റ് കൺസംഷൻ, മൊത്തത്തിലുള്ള നാഷണൽ കൺസംഷനെയാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിമാൻഡ് ഇൻ ദ ഇക്കോണമി ആണ്. ഓക്കെ, സോ നമ്മുടെ ISLM മോഡൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, എസ്പെഷ്യലി അഗ്രിഗേറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ നമുക്ക് കണ്ടെത്താൻ പറ്റാമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ISLM എന്താണെന്ന് മനസ്സിലായി. IS ഗുഡ്സ് മാർക്കറ്റ്, എല്ലാം മണി മാർക്കറ്റ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. IS ആയാലും എല്ലാം ആയാലും, ഇപ്പോൾ ISന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓരോ പോയിന്റ് ഇൻ ദ IS കർവ് ഷോസ് ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയം, ഓരോ പോയിന്റ് ഇൻ ദ LM കർവ് ഷോസ് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം. രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഒരു കോമൺ ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഈ പോയിന്റിൽ നിന്നും ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകമും ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റും നമുക്ക് കിട്ടും. ആൻഡ് ദിസ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ആൻഡ് ഇക്വിലിബ്രിയം ലെവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്താ, ഇത് കോമൺ ആയിരിക്കും ബോത്ത് ടു മണി മാർക്കറ്റ് ആസ് വെൽ ആസ് ടു ഗുഡ്സ് മാർക്കറ്റ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് പ്രൈസ് ലെവലും അഗ്രിഗേറ്റ് ഇൻകവും തമ്മിലുള്ള ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. ഓക്കെ, ഇത് എങ്ങനെയാണ് നമുക്ക് ISLM വെച്ചിട്ട് മെഷർ ചെയ്യാം, അതായത് ഈ ഷെഡ്യൂൾ നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. നമ്മുടെ ISLM മോഡലിലെ പോലെ തന്നെ നമ്മൾ എക്സ് ആക്സിസിൽ ഇൻകം ആണ് മെഷർ ചെയ്യുന്നത്, നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നു. നമ്മുടെ ISLM മോഡലിൽ നമ്മൾ Y ആക്സിസിൽ ഇൻട്രസ്റ്റ് റേറ്റ് മെഷർ ചെയ്യുമ്പോൾ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിന്റെ Y ആക്സിസിൽ പ്രൈസ് ലെവലാണ് മെഷർ ചെയ്യുന്നത്. സോ ജസ്റ്റ് നമ്മൾ ഒന്ന് അസ്യൂം ചെയ്യുക, നമ്മുടെ മണി സപ്ലൈ ഇസ് കോൺസ്റ്റന്റ്. മണി സപ്ലൈ എന്ന് ഇവിടെ പറയുന്നത് നോമിനൽ മണി സപ്ലൈ ആണ്, നോട്ട് റിയൽ മണി സപ്ലൈ. എപ്പോഴും മനസ്സിലാക്കുക, there are 2 concepts, നോമിനൽ ആൻഡ് റിയൽ. ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നോമിനൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ വേജിന്റെ കാര്യം പറയുവാണെങ്കിൽ, നോമിനൽ വേജ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട്, ഒരു ദിവസത്തെ വർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെമ്യൂണറേഷൻ ആയിട്ട് കയ്യിൽ കിട്ടുന്ന എത്ര രൂപയാണോ അതാണ് നോമിനൽ വേജ്. ഇനി ഈ രൂപ യൂസ് ചെയ്തിട്ട്, ഈ കാശ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ പോയിട്ട് എന്തുമാത്രം കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യാൻ പറ്റും, the purchasing power of that money, അതാണ് റിയൽ വേജ്. അതായത് റിയൽ വേജ് എപ്പോഴും പ്രൈസ് ലെവൽ ഇൻ ദ ഇക്കോണമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഇക്കോണമിയുടെ പ്രൈസ് ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഇപ്പോൾ ഇൻഫ്ലേഷൻ ഒക്കെ ഉള്ള ഒരു, ഇൻഫ്ലേഷൻ മാത്രമല്ല, ഇൻഫ്ലേഷൻ ആയാലും ഡിഫ്ലേഷൻ ആയാലും പ്രൈസ് ലെവലിൽ വരുന്ന മാറ്റം അനുസരിച്ചിട്ട് നമ്മുടെ ഇപ്പൊ നമുക്ക് കിട്ടുന്ന വേജ് ഫിക്സഡ് ആണെങ്കിൽ പ്രൈസ് ലെവലിൽ വരുന്ന മാറ്റം അനുസരിച്ചിട്ട് നമുക്ക് ആ സെയിം വേജ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന കമ്മോഡിറ്റീസിന്റെ ക്വാണ്ടിറ്റീസിൽ വ്യത്യാസം ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഈ ഒണിയന്റെ വില ഓരോ ദിവസവും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ചില ദിവസങ്ങളിൽ കുറയും, ചില ദിവസങ്ങളിൽ കൂടും, അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓൾസോ ഇൻ ദ കേസ് ഓഫ് പെട്രോൾ, ഡീസൽ എക്സെട്ര നമുക്ക് കാണാൻ പറ്റും ഓരോ ദിവസം ഇതിന്റെ എമൗണ്ട്, അതിന്റെ എക്സ്പെൻസ്, ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്ന് കിട്ടുന്ന വേജ് യൂസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ലിറ്റർ ഓഫ് പെട്രോൾ നമ്മൾ വാങ്ങി. പക്ഷെ സിൻസ് പെട്രോളിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതേ റേറ്റ് നമ്മൾ നാളെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പെട്രോളിന്റെ എമൗണ്ടിൽ, പെട്രോളിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും നാളെ. സോ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ആൻഡ് നോമിനൽ ടേംസ്. റിയൽ എന്ന് പറയുമ്പോൾ always in terms of price level in the economy, nominal എന്ന് പറഞ്ഞാൽ exact നമ്മുടെ കയ്യിൽ കിട്ടുന്ന amount. Okay, അപ്പോൾ just assume that price level in the economy rises, money supply constant ആയിട്ട് നിൽക്കുന്നു, പക്ഷെ price level കൂടി. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ റിയൽ മണി ബാലൻസ് falls. എന്തുകൊണ്ടാന്ന് വെച്ചാൽ റിയൽ മണി ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോമിനൽ മണി സപ്ലൈ ഡിവൈഡഡ് ബൈ പ്രൈസ് ലെവൽ ആണ് റിയൽ മണി ബാലൻസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള ഒരു ഡിവിഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് ന്യൂമറേറ്റർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ഡിനോമിനേറ്റർ അവിടെ കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ത് പറ്റും? കുറയും. സോ ദ സെയിം ലോജിക് അപ്ലൈസ് ടു ദിസ് കേസ്. അപ്പോൾ നമ്മുടെ മണി ബാലൻസ്, റിയൽ മണി ബാലൻസ് കുറയും. കാരണം എന്താ? നമ്മുടെ പ്രൈസ് അവിടെ കുറഞ്ഞു, പ്രൈസ് അവിടെ കൂടി, അപ്പോൾ നമ്മുടെ റിയൽ മണി ബാലൻസ് കുറയുന്നു. ഇത് നമ്മുടെ LM കർവിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. റിയൽ മണി ബാലൻസ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? LM കർവ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. കാരണം മണി സപ്ലൈ ഇൻ ദി ഇക്കോണമി ഹാസ് reduced. അപ്പോൾ LM കർവ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ this will have implication upon നമ്മുടെ നാഷണൽ ഇൻകം ആസ് വെൽ ആസ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മുടെ നാഷണൽ ഇൻകത്തിൽ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ഇൻകം കുറയും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് വരും. സോ നമുക്ക് ആദ്യം നമ്മുടെ ISLM കർവ്സ് ഇന്റർസെക്ട് ചെയ്ത ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പുതിയ LM കർവും പഴയ IS കർവും കൂടി ഇന്റർസെക്ട് ചെയ്ത ഒരു പോയിന്റ് ഉണ്ട്. ഇത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ നമുക്ക് 2 പോയിന്റ്സ് കിട്ടും അടുത്ത ഷെഡ്യൂളിലോട്ട് വരുമ്പോൾ. E ഡാഷും F ഡാഷും, ഈ 2 പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കർവാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. അതായത് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇനിഷ്യൽ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ IS ആൻഡ് LM കർവ്, പിന്നെ ന്യൂ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ IS ആൻഡ് LM കർവ്. ഇത് നമ്മൾ അടുത്ത പാനലിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 2 പോയിന്റ്സും ജസ്റ്റ് എക്സ്റ്റെൻഡ് ടു ദ നെക്സ്റ്റ് പാനൽ. അതായത് നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് നോക്കുന്ന പാനലിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതേ സ്കെയിലിൽ തന്നെ മെഷർ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് കിട്ടും. സോ ആ പോയിന്റ്സ് രണ്ടും ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. ഓക്കെ, അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് നമ്മൾ പറഞ്ഞ പോലെ ഇൻകവും പ്രൈസ് ലെവലും തമ്മിലുള്ള ഒരു നെഗറ്റീവ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. ഇനി ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിലെ പോയിന്റ്സ് ഉണ്ടല്ലോ, ഈ പോയിന്റ്സ് കാണിക്കുന്ന നമ്മുടെ ഇൻകം ആസ് വെൽ ആസ് പ്രൈസ് ലെവൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ജനറൽ ഇക്വിലിബ്രിയം ഓഫ് ഗുഡ് മാർക്കറ്റും ജനറൽ ഇക്വിലിബ്രിയം ഓഫ് മണി മാർക്കറ്റിലും ആ ഒരു സിറ്റുവേഷനുമായിട്ട് കൺസിസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് നമ്മുടെ എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി, എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ഒക്കെ വരുമ്പോൾ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതായത് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മണി സപ്ലൈയിൽ ഒരു ഇൻക്രീസ് ഉണ്ടാകുന്നു. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ് ഉണ്ടാകുന്നു. മണി സപ്ലൈയിൽ ഇൻക്രീസ് ഉണ്ടാകുന്നു. മണി സപ്ലൈയിൽ ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ എപ്പോഴും LM കർവ് റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ LM കർവും IS കർവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. പിന്നെ LM കർവും IS കർവും കൂടെ ഷിഫ്റ്റ് ചെയ്ത LM കർവും IS കർവും കൂടെ ഇന്റർസെക്ട് ചെയ്ത വേറൊരു പോയിന്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രൈസ് ലെവൽ
കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, പ്രൈസ് ലെവൽ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ആസ് എ റിസൾട്ട് നമ്മുടെ ഇൻകം, നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യും. ഇനി എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി ആണെന്ന് വെച്ചാൽ, ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ആരാ? ഫിസ്ക്കൽ പോളിസീസ് ആർ ദ പോളിസീസ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ഓഫ് എൻ എക്കോണമി. എപ്പോഴും മനസ്സിലാക്കുക ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോളിസി വിച്ച് ഇസ് ടേക്കൺ ബൈ ദ സെൻട്രൽ ബാങ്ക് ഓഫ് എൻ എക്കോണമി. ഇന്ത്യയുടെ കേസിൽ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓരോ നേഷനിലും അവരവരുടേതായിട്ടുള്ള സെൻട്രൽ ബാങ്ക് ഉണ്ട്. ഇന്ത്യയുടെ കേസിൽ ഇറ്റ്സ് റിസർവ് ബാങ്ക്. ഇനി നമ്മൾ യുഎസിന്റെ ഒക്കെ കേസ് എടുക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ഫെഡറൽ റിസർവ്. സോ ഓരോ നേഷനും അവരുടേതായിട്ടുള്ള സെൻട്രൽ ബാങ്ക് ഉണ്ട്. അപ്പം നമ്മൾ എന്താ മോണിറ്ററി പോളിസി മനസ്സിലാക്കി. ഇനി ഫിസ്ക്കൽ പോളിസിയിലോട്ട് വരാം. എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എക്സ്പാൻഷൻ, ആ ഒരു ടേം മനസ്സിലാക്കുക. ആ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കോൺട്രാക്ഷൻ ഉണ്ട്, എക്സ്പാൻഷൻ ഉണ്ട്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വലുതാവുക എന്നുള്ള അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൾക്കാരുടെ കയ്യിൽ, അതായത് പബ്ലിക്കിന്റെ കയ്യിൽ കാശ് കൂടി എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയൊക്കെയാ പബ്ലിക്കിന്റെ കയ്യിൽ കാശ് കൂടുക? ഒന്നുകിൽ ഗവൺമെന്റ് ടാക്സേഷൻ അവിടെ കുറയണം, ഗവൺമെന്റ് ടാക്സ് കുറയണം, അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ് കൂടണം. ഈ രണ്ട് കേസ് വഴിയും പബ്ലിക്കിന്റെ കയ്യിൽ കാശ് കൂടും. ഈ രണ്ട് കേസ് ആയാലും പബ്ലിക്കിന്റെ കയ്യിൽ കാശ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ IS കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, IS കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഫിഗർ വരച്ച് നോക്കുക, അപ്പം മനസ്സിലാവും നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യും. ഇനി ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മുടെ പ്രൈസ് ലെവൽ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്ന ഒരു അവസ്ഥയിൽ ഇതേപോലെ ഒരു എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇതേപോലെ തിരിച്ചും വരാം. നമ്മുടെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറയുകയും ടാക്സ് കൂടുകയും ചെയ്യുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതേപോലെ നമ്മുടെ മോണിറ്ററി പോളിസി കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി ആണെങ്കിലും നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ജസ്റ്റ് ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കുക. എപ്പോഴൊക്കെയാണോ ഇക്കോണമിയിൽ മണി ഉള്ളത്, അത് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ആവാം, എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി ആവാം. എക്സ്പാൻഷണറി എന്നുള്ള വേർഡ് കണ്ട അത് ഉദ്ദേശിക്കേണ്ടത് അവിടെ മണി ഇക്കോണമിയിൽ കൂടുതലാണ്. ഇറ്റ് ക്യാൻ ബി എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി, മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തുകൊണ്ടുള്ള മോണിറ്ററി പോളിസി ആവാം, ഓർ ഇറ്റ് കുഡ് ബി എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി, ടാക്സേഷൻ കുറച്ചുകൊണ്ടും പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടിക്കൊണ്ടുമുള്ള ഒരു പോളിസി ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടായാലും അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, ബിക്കോസ് ഇൻകം അവിടെ കൂടുന്നു, നാഷണൽ ഇൻകം അവിടെ കൂടുന്നു. തിരിച്ചും കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി, കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി ആണ് വരുന്നതെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിലെ കാശ് കുറയും, അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് നമ്മുടെ ISLM മോഡലിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. So hope you understood. Thank you for watching.